നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. ആത്മഹത്യ ചെയ്ത യുവതിയുടെ പാസ്വേഡാണ് സുകാന്ത് കൈമാറിയിരിക്കുന്നത്. ഇതോടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ഇത് കേസിൽ വഴിത്തിരിവായേക്കും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഫോണിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുകാന്തിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഫോണിൽ നിന്ന് ചാറ്റുകൾ, കോൾ ഹിസ്റ്ററികൾ, കൂടാതെ ആത്മഹത്യയ്ക്ക് മുൻപായി ഫോണിൽ ഉണ്ടായ മറ്റു പല കമ്മ്യൂണിക്കേഷനുകൾ എന്നിവ നിർണായകമാണ്. ഈ കേസിന് മുന്നിലേക്കുള്ള ഒരു പ്രധാന വഴിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പ്രതി സുകാന്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോഴാണ് ചോദ്യം ചെയ്യലിൽ ഫോൺ പാസ്വേഡ് കൈമാറിയത്. തനിക്ക് ഫോൺ പാസ്വേഡ് അറിയാമെന്ന് ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു ഇയാൾ പാസ്വേഡ് കൈമാറിയത്. മരണത്തിന് തൊട്ടു മുൻപ് വരെ സുകാന്തിനെ ബന്ധപ്പെട്ടിരുന്നത് ഈ ഫോണിലൂടെയായിരുന്നു. ഈ ഫോണുമായി തന്നെയായിരുന്നു IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിലേക്ക് ചാടിയത്. അതുകൊണ്ട് തന്നെ ആ അപകടത്തിൽ ഫോൺ പൊട്ടിപ്പോയിരുന്നു. ആ ഫോൺ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് കോടതിയിൽ കൈമാറുകയായിരുന്നു. വിദഗ്ധർ പോലീസിനോട് പറഞ്ഞത് ഈ ഫോണിന്റെ പാസ്വേഡ് ലഭിച്ചാൽ അതിന്റെ ഉള്ളടക്കങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അതിശക്തമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് വലിയ പ്രതീക്ഷയോടാണ് ഇത് നോക്കിക്കാണുന്നത്. ഈ കേസിൽ സുകാന്തിനെതിരായ തെളിവുകൾ യുവതിയുടെ ഫോണിൽ തന്നെ കാണുമെന്ന ഉറച്ച നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. ചിത്രങ്ങളും ചാറ്റുകളും അടക്കം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നിലവിൽ പോലീസിന് സുകാന്തിന്റെ ഫോൺ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ആ ഫോണിൽ നിന്ന് ടെലഗ്രാം ചാറ്റുകളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ IB ഉദ്യോഗസ്ഥയുടെയും പാസ്വേഡ് ലഭിച്ച സ്ഥിതിക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കും. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. തെളിവെടുപ്പിന്റെ അവസാന ഘട്ടമായ കഴിഞ്ഞ ദിവസം ടെലഗ്രാം ചാറ്റ് അടക്കമുള്ള നിർണായക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇരുവരും തമ്മിലുള്ള ചാറ്റിംഗ് വിവരങ്ങൾ സുകാന്തിനെ കാണിച്ചുകൊണ്ടുള്ള വിവരശേഖരണവും ചോദ്യം ചെയ്യലുമായിരുന്നു നടന്നത്. ഇതിനിടെയാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഫോണിന്റെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ചോദ്യം ചെയ്യലിനിടെ പാസ്വേഡ് അറിയാമെന്ന് സുകാന്ത് സമ്മതിക്കുകയായിരുന്നു. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ പരസ്പരം എന്തെല്ലാം സംസാരിച്ചു, മരണത്തിനിടയാക്കിയ പ്രകോപനം എന്ത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സുഹൃത്തായ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്നാണ് പ്രതി സുകാന്ത് സുരേഷ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും തമ്മിൽ വഴക്കിട്ടിരുന്നതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. തങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടെ യുവതിയുമായി വഴക്കിടാറുണ്ടായിരുന്നുവെങ്കിലും വീണ്ടും സൗഹൃദത്തിലാകുമായിരുന്നുവെന്നും സുകാന്ത് പോലീസിനോട് പറയുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച സുകാന്തുമായി പേട്ട പോലീസ് ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് യുവതി താമസിച്ചിരുന്ന ഫ്ളാറ്റിലും ചില ഹോട്ടലുകളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ജോധ്പൂരിലെ IB ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചായിരുന്നു യുവതിയെ പരിചയപ്പെട്ടതും അടുപ്പമായതുമെന്നാണ് സുകാന്ത് പറയുന്നത്. പേട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മൂഴിയാലിൽ സുകാന്ത് താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥ സുകാന്തിനൊപ്പം നെടുമ്പാശ്ശേരിയിലെ വാടക വീട്ടിലെത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ അപേക്ഷിക്കുമെന്ന് പേട്ട പോലീസ് പറയുന്നു. സുകാന്തിന്റെ റിമാൻഡ് ജൂൺ 10 വരെ നീട്ടി ജയിലിലേക്ക് തിരിച്ചയച്ചു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് തെളിവ് ശേഖരണത്തിനായാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് 26-ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. സുകാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി തയ്യാറാക്കിയതാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി ഗർഭചിത്രം നടത്തിയതെന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകൾ പോലീസിന് ലഭിച്ചത്. കൂടെ താമസിച്ചിരുന്ന യുവതിയുടെ ആത്മഹത്യയിൽ ഉത്തരവാദിത്തമില്ലേ എന്നാണ് സുകാന്തിന്റെ അറസ്റ്റ് തടയാതെ ഹൈക്കോടതി ചോദിച്ചത്. 3.25 ലക്ഷത്തോളം രൂപയാണ് യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പല തവണകളായി മാറ്റിയത്. ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുകാന്ത് പിന്മാറുകയും ചെയ്തു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം യുവതിയുടെ അമ്മയ്ക്കാണ് സുകാന്ത് അയച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമായി. ഈ നിരാശയിലാണ് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് റിപ്പോർട്ട്. സംഭവത്തിൽ സുകാന്തിനെതിരെ ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ, വഞ്ചന എന്നീ കുറ്റങ്ങളുടെ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ പോലീസിലെ 2 സംഘങ്ങൾ മാസങ്ങളായി അന്വേഷണം നടത്തിയിട്ടും സുകാന്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാർച്ച് 24-നാണ് ചാക്കിലെ റെയിൽവേ ട്രാക്കിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടുത്ത ദിവസം തന്നെ മകളുടെ മരണത്തിന് കാരണക്കാരൻ സുകാന്താണെന്ന് ആരോപിച്ച് യുവതിയുടെ പിതാവ് പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് കാര്യമായി എടുത്തില്ല.
തന്റെ മകളെ സുകാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ പിതാവ് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി ഹാജരാക്കിയതിനൊടുവിലാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. ഇന്റലിജൻസ് ബ്യൂറോയിലെ പരിശീലന കാലത്തായിരുന്നു ഇരുവരും അടുപ്പത്തിലായത്. വിവാഹം കഴിക്കാമെന്ന് സുകാന്ത് യുവതിക്ക് ഉറപ്പ് നൽകി. ബന്ധം യുവതിയുടെ വീട്ടിൽ അറിഞ്ഞതോടെ സുകാന്തുമായുള്ള വിവാഹത്തിന് സമ്മർദ്ദമായി. എന്നാൽ IAS എഴുതിയെടുക്കണമെന്നും വിവാഹത്തിന് ഇപ്പോൾ പറ്റില്ലെന്നും പറഞ്ഞ് സുകാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതാണ് ആത്മഹത്യയ്ക്ക് പ്രേരണയായി മാറിയതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയെങ്കിലും ജാമ്യം തള്ളിയതോടെയാണ് ഇയാൾ പിന്നീട് പോലീസിലെത്തി കീഴടങ്ങിയത്. ഇതിനിടയിൽ ഇയാൾ കഴിഞ്ഞത് 2 മാസത്തോളം കാലയളവിൽ കഴിഞ്ഞിരുന്നതും കൊച്ചിയിലാണെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ഹണി ട്രാപ്പ് കേസിൽ കോട്ടയം ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത അതിരമ്പുഴ അമ്മഞ്ചേരി സ്വദേശിനി ധന്യയ്ക്ക് ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായി സൂചന. സൗഹൃദം സ്ഥാപിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ധന്യ അറസ്റ്റിലായത്. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ ധന്യ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഗർഭിണിയാണെന്ന കാരണത്താൽ കോടതി ധന്യയ്ക്ക് ജാമ്യം അനുവദിച്ചു. ഹണി ട്രാപ്പിൽ യുവാവിനെ കുടുക്കിയ ധന്യ ഗാന്ധിനഗർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ വിജിലൻസ് കേസിൽ കുടുക്കിയ കേസിലും പ്രതിയാണ്. ഹണി ട്രാപ്പ് കേസിൽ യുവാവ് പരാതി നൽകിയതിനു പിന്നാലെ ഗാന്ധിനഗർ പോലീസ് ധന്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും മദ്യം പണവും കൈക്കൂലിയായി ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ധന്യ വിജിലൻസിന് പരാതി നൽകിയത്. കള്ളപ്പരാതിയാണെന്ന് തെളിഞ്ഞതോടെ ധന്യക്കെതിരെ കേസെടുത്തു. ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ധന്യയും ഭർത്താവും ചേർന്ന് പലരെയും ഇത്തരത്തിൽ കള്ളക്കേസുകളിൽ കുടുക്കി പണം തട്ടിയെന്നാണ് വിവരം. 2022 മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലായിരുന്നു ഹണി ട്രാപ്പ് കേസിന് ആസ്പദമായ സംഭവം. ഭാര്യയുടെ പഠന സൗകര്യത്തിനായി അമ്മഞ്ചേരിയിൽ ധന്യയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവാവാണ് തട്ടിപ്പിനിരയായത്. US ആസ്ഥാനമായ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് പരാതിക്കാരനായ യുവാവ്. സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇയാളുമായുള്ള നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. കേസിലെ മറ്റു പ്രതികളായ അലൻ തോമസ്, അർജുൻ ഗോപി എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. പകർത്തിയ ചിത്രങ്ങൾ യുവാവിന്റെ ബന്ധുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കാമെന്ന് ഭീഷണിപ്പെടുത്തി 60 ലക്ഷം രൂപയാണ് ധന്യ ഭർത്താവ് അർജുനും ചേർന്ന് വാങ്ങിയെടുത്തത്. ഇതിനിടെ പ്രതികളുടെ സുഹൃത്തായ മണർക്കാട് സ്വദേശി അലൻ തോമസ് എന്നയാൾ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി തന്റെ അക്കൗണ്ടിലേക്ക് പണം ആവശ്യപ്പെട്ട് വാങ്ങിയെടുത്തു. പരാതിക്കാരന്റെ കൈവശമുള്ള പണം തട്ടിയെടുത്ത ശേഷം പ്രതികൾ വീണ്ടും ഭീഷണിപ്പെടുത്തി ബാങ്ക് ലോക്കർ തുറപ്പിച്ച് അതിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളുടെ 61 പവന്റെ സ്വർണ്ണാഭരണങ്ങളും വാങ്ങിയെടുത്തുവെന്നും പരാതിയിൽ പറയുന്നു. ഭീഷണി തുടർന്നപ്പോഴാണ് പരാതിക്കാരൻ ഉന്നത പോലീസ് അധികൃതരെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.